ഒരു കിഡിലും വെയിറ്റേറിയൻ ഹോട്ടൽ പരിചയപ്പെടുത്തില്ലേ ചെറുതാട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കൂടെ കൂടിക്കൂടെ. ഇത് വേറെ എവിടെയല്ല, നമ്മളെ കോഴിക്കോട് ജില്ലയിൽ പാളയം ഭാഗത്താട്ടോ. പാളയം നമ്മളെ മാരിയമ്മൻ കോവിൽ റോഡില്ലേ, നമ്മളെ തളി അമ്പലത്തിലേക്ക് പോകുന്ന റോഡ്, ആ കാണുന്ന റോഡ് തന്നെ. ആ റോഡിന് നേരെ അങ്ങോട്ട് പോലെ ഏകദേശം അതിൻ്റെ ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ നമ്മളെ ഒരു ഇലക്കച്ചവടമൊക്കെ ഇല്ലേ, ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, സ്വാമി ഹോട്ടൽ എന്ന് പറയും. കുറേ പഴക്കമുള്ള ഒരു പഴയ ഹോട്ടലാണ്. അപ്പോൾ അവിടെ കുറച്ചല്ല, അവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ മാത്രം, വെജിറ്റേറിയൻ സാധനം മാത്രമേ കിട്ടുള്ളൂ. കയറുമ്പോൾ തന്നെ നമ്മളെ ക്യാഷ് കൗണ്ടർ കുറച്ച് ചന്ദനൊക്കെ വെച്ച് ആ ഒരു ടൈപ്പ് ഹോട്ടലാട്ടോ. നല്ല ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ കാണാറുണ്ട്. ഞാനിതിൽ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഇവിടെ കയറി ഇങ്ങനെ കഴിക്കാറുണ്ട്. നല്ല ദോശയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. വെറുതെ ഒന്ന് ചോദിച്ചതല്ലോ കേട്ടോ. ഇവിടെ വരുമ്പോൾ എങ്ങനെയായാലും ഞാനിപ്പോൾ കുറച്ചായിട്ട് പൂരിയാണ് കഴിക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ് അതിന് കഴിക്കാൻ. വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ചൂടോടുകൂടി സാധനം വരും. ഇപ്പോൾ ഒരു രാവിലെ, അധികം ഞാൻ രാവിലെയാണ് ഇവിടെ എത്താറുള്ളത്. ആ സമയത്തൊക്കെ നല്ല ചൂട് സാധനം കിട്ടും കേട്ടോ. അങ്ങനല്ലേ, നല്ല ഫ്രഷ് ചൂടോടുകൂടി നല്ല സോഫ്റ്റും ആയിരിക്കും സാധനം. പിന്നെ ഇതിന് 3 സൈഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മളെ ഒരു വെള്ള ചട്നി, പിന്നെ ഒരു തക്കാളി ചട്നി ആണെന്ന് തോന്നുന്നു, പിന്നെ നമ്മളെ ഒരു ബാജിക്കറിയൊക്കെ ആയിട്ട്. ഭയങ്കര ചൂടുകല്ല, ആവി പറക്കുന്ന. വൈകുന്നേരമൊക്കെ എങ്ങനെ സ്ഥിതി എനിക്കറിയില്ല കേട്ടോ. എപ്പോഴും ലൈവാണോ എന്ന് എനിക്കറിയില്ല. ഞാനെപ്പോഴും രാവിലെയാണ് ഇവിടെ കയറാറുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര സോഫ്റ്റാണ്. അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം. 2 പൂരി അടിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ബാജിക്കറി കൂട്ടി കഴിച്ചു കേട്ടോ. ബാജിക്കറി ചൂടൊന്നുമില്ല കേട്ടോ, നല്ല സാധാരണ തണുത്ത് കിടക്കുന്നുണ്ട്. നോക്കട്ടെ, നല്ല ടേസ്റ്റ് ആട്ടോ. ആ ഒരു ചൂടോടുകൂടി ആ പൂരി കഴിക്കുമ്പോൾ. പിന്നെ ഇത് ലൊക്കേഷൻ കറക്റ്റ് ഇപ്പോൾ നമ്മളെ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ചെറിയ ഹോട്ടലുകൾ എങ്ങനെ നെഗറ്റീവായാലും പോസിറ്റീവ് റിവ്യൂസ് പലതും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഒരുപാട് പേര് കഴിച്ചൊരു സ്പോട്ടായിരിക്കുമല്ലോ. ആ ഒരു തേങ്ങാ ചമ്മന്തിയും പിന്നെ നമ്മളെ സൈഡിൽ മറ്റേ ചമ്മന്തി കേട്ടോ, തക്കാളി ചട്നി, അതൊക്കെ കൂട്ടി അങ്ങോട്ട് അടിപൊളിയാക്കി കഴിച്ചിട്ടേക്കാം. അപ്പോൾ ഇതേപോലെ പഴയ ഹോട്ടലുകളൊക്കെ ഒന്ന് ഇടയ്ക്കിടെ ഇങ്ങനെ കാണിച്ചു തരാം. നിങ്ങളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്താൽ അടിപൊളി കേട്ടോ. അങ്ങനെ മുറിക്കുമ്പോൾ തന്നെ ആ സോഫ്റ്റ്നെസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തക്കാളി ചട്നി, നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇത് കൂട്ടി ഇങ്ങനെ കഴിക്കാൻ അടിപൊളി. അപ്പോൾ ഇവിടെ വന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ വല്ലതും അങ്ങോട്ട് തീർക്കട്ടെ. ഇത് കിച്ചണിലൊന്നും കയറിയില്ല കേട്ടോ. ഞാൻ അവരോട് പറയാതെ ചെയ്യുന്ന വീഡിയോ ആണ്. STയിൽ അങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. നമ്മൾ കിച്ചണിലൊക്കെ കയറി നേരത്തെ അവരോട് പറയുകയൊക്കെ വേണ്ട. അതിനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. നമുക്ക് പിന്നെ എപ്പോഴും കിട്ടുമോ നോക്കാം. അപ്പോൾ ബില്ല് വന്നിട്ടുണ്ട്. ചായക്ക് 12 രൂപ, എല്ലായിടത്തും ചായക്ക് 2 രൂപ കൂടിയിട്ടുണ്ടല്ലോ. പിന്നെ പൂരി സെറ്റ് 40 രൂപ, നോർമൽ റേറ്റ് തന്നെ അല്ലേ. ചായൻ്റെ റേറ്റ് ഇപ്പോൾ എല്ലായിടത്തിലും 12ആയി. ചായ കൂടി കുറയ്ക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. പിന്നെ അതാ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മളെ വെജിറ്റേറിയൻ ഐറ്റംസ് ഒരു ഇതെല്ലാം ഐറ്റംസും കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.